അപ്പൊ നമ്മൾ പ്രവൃത്തിയെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടുണ്ടായത് അല്ലേ. അപ്പൊ പ്രവൃത്തി ചെയ്യുന്നത് ഊർജ്ജം ഉപയോഗിച്ചിട്ടാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഊർജ്ജവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ആദ്യം നമുക്ക് ഊർജ്ജം എന്ന ടോപ്പിക്കിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. നമുക്ക് പരിചിതമായ ഊർജ്ജ രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാം. വൈദ്യുതോർജ്ജം അറിയാം അല്ലെ, വൈദ്യുതോർജ്ജം. പിന്നെ യാന്ത്രികോർജ്ജം. ഓക്കെ, യാന്ത്രികോർജ്ജത്തെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇപ്പോൾ. താപോർജ്ജം അല്ലെ, ചൂട്, താപോർജ്ജം. പ്രകാശോർജ്ജം അല്ലെ, പ്രകാശോർജ്ജം ഉണ്ട്. സൗരോർജ്ജം ഒക്കെ ഉണ്ട് അല്ലെ. എന്താണ് ഊർജ്ജം? ഇത്തരം വിവിധ ഊർജ്ജ രൂപങ്ങളാണല്ലോ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഊർജ്ജം? പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവാണ് ഊർജ്ജം അല്ലെ. സിമ്പിൾ അല്ലെ. എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം. ഊർജ്ജത്തിന്റെ അളവ് പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ്? അത് ജൂൾ എന്ന യൂണിറ്റിൽ തന്നെയാണ് അല്ലെ. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഊർജ്ജം തന്നെയാണല്ലോ പ്രവൃത്തിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് പ്രവൃത്തിയുടെ യൂണിറ്റ് തന്നെയാണ് ഊർജ്ജത്തിന്റെ യൂണിറ്റ്. അതുകൊണ്ടാണ് SI യൂണിറ്റ് നമ്മൾ ജൂൾ എന്ന് പറഞ്ഞത്, ഊർജ്ജത്തിന്റെ. ഓക്കെ, പ്രവൃത്തിയുടെയും ഊർജ്ജത്തിന്റെ രണ്ടിന്റെയും SI യൂണിറ്റ് ജൂൾ തന്നെയാണ്. എന്നാൽ ഭക്ഷണ പദാർത്ഥങ്ങളിലെ ഊർജ്ജത്തിന്റെ അളവ് സൂചിപ്പിക്കുമ്പോൾ കിലോ കലോറി എന്ന യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ കിലോ കലോറി എന്ന യൂണിറ്റും ജൂൾ എന്ന യൂണിറ്റും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധം ഉണ്ടാവും അല്ലെ. അതെന്താണെന്ന് പറയാം. ഒരു കലോറി പറഞ്ഞാൽ അത് 4.2 ജൂൾ ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ 1000 കലോറിയെയാണ് നമ്മൾ പറയുന്നത് 1 കിലോ കലോറി. ഓക്കെ, അപ്പോൾ 1 കിലോ കലോറി പറഞ്ഞാൽ 4200 ജൂൾ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് 1 കിലോ കലോറി എന്നാൽ 1 കലോറിയുടെ 1000 ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പുറം ഭാഗം 1000 ഇരട്ടിയാവുമല്ലോ. 4.2ന്റെ 1000 ഇരട്ടി എന്നാൽ 4200 ജൂൾ. ഒരു ക്വസ്റ്റ്യൻ. ഒരു മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് ഏകദേശം 840 കിലോ ജൂൾ ആണ്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും? നമുക്കറിയാം ഒരു കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എന്ത് പറയാം? ഒരു ജൂൾ ഈസ് ഈക്വൽ ടു 1/4.2 കലോറി എന്ന് പറയാം. ഓക്കെ, ഇനി 840 കിലോ ജൂൾ അല്ലേ ചോദ്യത്തിലുള്ളത്. ഇതെന്താണ്? 840 കിലോ ജൂൾ എന്ന് പറഞ്ഞാൽ 840 ഗുണിക്കണം 1000 ജൂൾ ആണ് അല്ലെ. അപ്പൊ 840 ഗുണിക്കണം 1000 ചെയ്താൽ വീണ്ടും 3 പൂജ്യം വരും. അപ്പൊ 8,40,000 ജൂൾ. ഇത് ജൂളിലാണല്ലേ. അപ്പൊ കലോറിയിലേക്ക് മാറ്റണം എന്നല്ലേ പറഞ്ഞിട്ടില്ലേ. ഓക്കെ, അപ്പൊ കലോറിയിലോട്ട് മാറ്റണമെങ്കിൽ ഒരു ജൂളിന് 4.2 കൊണ്ട് ഹരിച്ചിട്ട് കലോറിയിലേക്ക് മാറ്റി. ഇപ്പൊ ഇവിടെ എത്ര? 8,40,000 ജൂളിനെയാണ് കലോറിയിലേക്ക് മാറ്റുന്നത്. അപ്പൊ 8,40,000 4.2 കൊണ്ട് ഹരിക്കണം. ഓക്കെ, 4.2ലെ പോയിന്റ് കളയണമെങ്കിൽ എനിക്കിവിടെ അടിയിൽ 10 കൊണ്ട് ഗുണിക്കാം. അപ്പൊ അത്രയും ഈ പോയിന്റ് മാറ്റി 42 വന്നു. അപ്പൊ അടിയിൽ 10 കൊണ്ട് ഗുണിക്കുന്നുണ്ടെങ്കിൽ മേലെയും 10 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്തായി? ഒരു എക്സ്ട്രാ ഒരു പൂജ്യം വന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര? 5 പൂജ്യം വന്നു. അങ്ങനെയാണെങ്കിൽ ഇത്ര എഴുതിയിട്ട് നമുക്ക് ഒരു കാര്യം നോക്കാം. ഈ 42ൽ എത്ര 42 ഉണ്ട്? 1. ഈ മേലെ പറഞ്ഞ 42ന്റെ ഇരട്ടിയല്ലേ 84. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. 84ൽ എത്ര 42 ഉണ്ട്? 2. ഓക്കെ, 2ഉം പിന്നെ എത്ര? 1 2 3 4 5 പൂജ്യം. അതാണ് ഞാൻ എഴുതി കൊണ്ട് 2ഉം 1 2 3 4 5 പൂജ്യം. ഓക്കെ, അതായത് 2 ലക്ഷം കലോറി എന്നാണ് നമ്മുടെ ഉത്തരം. ഇതിനെ കിലോ കലോറി എന്ന യൂണിറ്റിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഈ 3 പൂജ്യത്തിന് പകരമല്ലേ ഞാനിവിടെ K എന്ന അക്ഷരം എഴുതുന്നത് അല്ലേ. അപ്പൊ എത്രയായി? 200 കിലോ കലോറി എന്ന് എഴുതാം. ഉത്തരം കലോറിക്ക് തുല്യമായി എത്ര കലോറിക്ക് തുല്യമായിരിക്കുന്ന ചോദ്യം. നിങ്ങൾ 2 ലക്ഷം കലോറി എഴുതിയാൽ മതി. വിവിധ തരം ഊർജ്ജ രൂപങ്ങളിൽ നിന്ന് യാന്ത്രികോർജ്ജത്തെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. യാന്ത്രികോർജ്ജം എന്ന് പറഞ്ഞാൽ വസ്തുക്കൾക്ക് 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ചലനം മൂലമോ അല്ലെങ്കിൽ സ്ഥാനം മൂലമോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ വിന്യാസം അല്ലെങ്കിൽ ക്രമീകരണം എന്നൊക്കെ പറയാം. ഓക്കെ, ഇങ്ങനെ ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. ഓക്കെ, ഇനി യാന്ത്രികോർജ്ജം പ്രധാനമായിട്ട് 2 തരത്തിലാണുള്ളത്. അവയാണ് സ്ഥിതികോർജ്ജം, ഗതികോർജ്ജം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും? ഈ കോൺഫിഗറേഷനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഇപ്പൊ പഠിക്കാം കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് ഇത്ര മനസ്സിലാക്കുക തൽക്കാലം. യാന്ത്രികോർജ്ജം 2 തരത്തിലാണുള്ളത്. ഒന്ന് സ്ഥിതികോർജ്ജം, പിന്നെ ഗതികോർജ്ജം. സ്ഥിതികോർജ്ജത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ഇവിടെ കണ്ടോ ചിത്രങ്ങളിലെ അമ്പും ടോയ്ക്കാറും സ്ഥിതി ചെയ്യുന്നതിന്റെ പ്രത്യേകത ശ്രദ്ധിക്കൂ. കുലച്ചു വച്ചിരിക്കുന്ന വില്ലിലെ അമ്പിനെയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാറിനെയും സ്വതന്ത്രമാക്കിയാൽ എന്ത് സംഭവിക്കും? അല്ലെ, ഈ കാറിന് താഴോട്ട് ഓടും അല്ലെ. വില്ല് മുന്നോട്ട് പോകും. അമ്പിന് ചലിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കണ്ടോ ചരട് വലിച്ചു വെച്ചിട്ടല്ലേ ഉള്ളത്. അപ്പൊ ചരടിന്റെ വലിവും വില്ലിന്റെ വളവും ചേർന്നുണ്ടാക്കിയ സവിശേഷമായ വിന്യാസം. ഓക്കെ, ഇതാണ് സവിശേഷമായ ഒരു വിന്യാസമാണ്, ഒരു ക്രമീകരണമാണ്. അത് കാരണമാണ് അമ്പിന് ഊർജം ലഭിക്കുന്നത്. അതിനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് കോൺഫിഗറേഷൻ. ടോയ് കാറിന് ചലിക്കാൻ ആവശ്യമായ ഊർജം എങ്ങനെയായിരിക്കും ലഭിച്ചത്? ആ കാറിന്റെ സ്ഥാനം മൂലമാണ്. എന്ന് വെച്ചാൽ അത് ഉയരത്തിലാണുള്ളത്. ആ സ്ഥാനത്ത് നിന്ന് താഴോട്ട് വരുമ്പോൾ അതിനെന്താ ഒരു ഊർജ്ജമുണ്ട്. ആ സ്ഥാനത്തിരിക്കുമ്പോൾ ആ കാറിന് ഒരു ഊർജ്ജമുണ്ട്. കുറേ ഉയരത്തിലാണുള്ളതെങ്കിൽ കൂടുതൽ ഊർജ്ജം ഉണ്ടാവും അല്ലെ. അവിടുന്ന് സ്വതന്ത്രമാക്കിയ സ്പീഡിൽ വരും താഴോട്ട്. താഴെ എത്തുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടാവും അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
ഇവിടെ വസ്തുക്കൾക്ക് ഊർജ്ജം ലഭിച്ചത് സ്ഥാനം മൂലമോ, ടോയ് കാറിന്റെ എക്സാമ്പിൾ അല്ലെ, ഉയരത്തിലാണ് ഉണ്ടായത്, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലമോ ആണ്. ഇത്തരം ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഓക്കെ, എന്താണ് ഇത്തരം ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചില്ലേ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ. ഇതെന്തിനാണ് പൊതുവായിട്ട് പറയുന്നത്? സ്ഥിതികോർജ്ജത്തിന് പറയുന്നതാണ് അല്ലെ. ഇതാണ് സ്ഥിതികോർജ്ജം എന്ന് പറയാം. സ്ഥിതികോർജ്ജം രണ്ടു തരത്തിലുണ്ടെന്ന് മനസ്സിലായല്ലോ. എന്താണ് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജവും കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജവും. ഇവിടെ കണ്ടോ, ചുവടെ നൽകിയ സന്ദർഭങ്ങളിൽ സ്ഥിതികോർജ്ജം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായ രീതിയിൽ തരംതിരിച്ച് പട്ടികപ്പെടുത്തുന്ന പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഈ ചിത്രം നോക്കിയിട്ട് അനുയോജ്യമായ തരത്തിൽ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജ്ജം അല്ലെ, തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജ്ജം അത് സ്ഥാനമല്ലേ, ഉയരമുള്ള സ്ഥാനത്തല്ലേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജമാണത്. ഓക്കെ, പിന്നെയോ അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലെ ഊർജ്ജമോ, അതിന് സവിശേഷമായ ഒരു കോൺഫിഗറേഷൻ അല്ലേ ഉള്ളത്, സവിശേഷമായ വിന്യാസമല്ലേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അത് കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജമാണ്. ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന്റെ ഊർജ്ജമോ, ടാങ്ക് ഉയരത്തിലല്ലേ വെക്കുന്നത്, അവിടെ താഴേക്കല്ലേ വെള്ളം ഒഴുകുന്നത്. അപ്പൊ ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന്റെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ അത് എന്താണ്, സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജമാണ്. പോൾ വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലുള്ള ഊർജ്ജമോ, അത് സവിശേഷമായ ഒരു കോൺഫിഗറേഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജമാണ്. മനസ്സിലായല്ലോ. സ്ഥാനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന സ്ഥിതികോർജ്ജം എങ്ങനെ കണക്കാക്കാന്ന് ചോദിച്ചു. സ്ഥാനം മൂലം ലഭിക്കുന്ന സ്ഥിതികോർജ്ജം എങ്ങനെ കണക്കാക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയാണല്ലോ സ്ഥാനം മൂലം ലഭിച്ച സ്ഥിതികോർജ്ജത്തിന് കാരണം അല്ലെ. നമ്മൾ പറഞ്ഞ ഉയരത്തിലെത്തുന്തോറും അവിടെ എന്താണ്, സ്ഥിതികോർജ്ജം കൂടുന്നു പറഞ്ഞു വസ്തുക്കൾക്ക്. ഓക്കെ, അപ്പൊ നമ്മളെന്തായി, തറനിരപ്പിൽ നിന്ന് മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് അല്ലെ, എന്ത്, ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്യുന്നത്. ആ പ്രവൃത്തി തന്നെയാണ് ഇവിടെ ആ വസ്തുവിന്റെ സ്ഥിതികോർജ്ജമായിട്ട് മാറുന്നത്. mgh നമ്മൾ പഠിച്ചിട്ടില്ലേ, ഗുരുത്വാകർഷണത്തിനെതിരായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് mgh ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് തന്നെയാണ് അതിന്റെ സ്ഥിതികോർജ്ജമായിട്ട് മാറുന്നത്. ഓക്കെ, കൂടുതൽ ഉയരത്തേക്ക് എത്തണമെങ്കിൽ എന്താണ്, കൂടുതൽ പ്രവൃത്തി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടെ സ്ഥിതികോർജ്ജവും കൂടും. അത് തന്നെയാ പറഞ്ഞിട്ടുള്ളത്. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജത്തിന്റെ അളവ് ആ വസ്തുവിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവിന് തുല്യമായിരിക്കും. കണ്ടോ, mgh നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ, ഗുരുത്വാകർഷണത്തിനെതിരായി ചെയ്ത പ്രവൃത്തി. അത് തന്നെയാണ് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജത്തിന് എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്താണ്, സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം, നമുക്കതിനെ P എന്ന് പറയാം. ഓക്കെ, P എന്ന് പറയാം. അത് പറഞ്ഞാൽ mgh ആണ്. ഓക്കെ, സിമ്പിൾ ആയ ഇക്വേഷൻ ആണല്ലോ. ഇതിൽ m എന്ന് പറഞ്ഞാൽ മാസും h എന്ന് പറഞ്ഞാൽ തറനിരപ്പിൽ നിന്നുള്ള ഉയരവുമാണ്. g എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം 9.8, അല്ലെങ്കിൽ നമ്മൾ 10 എന്ന് എടുക്കും പലപ്പോഴും അല്ലെ. ഇനി 50 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു തറനിരപ്പിൽ നിന്ന് 8 മീറ്റർ ഉയർത്തുന്നു. 50 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു തറനിരപ്പിൽ നിന്ന് എത്രയാണ്, 8 മീറ്റർ ആണ് ഉയർത്തുന്നത്. വസ്തു തറയിലായിരിക്കുമ്പോൾ അതിന്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, തറനിരപ്പിലെ സ്ഥിതികോർജ്ജം സാധാരണയായിട്ട് 0 പരിഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതെന്താണ്, സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് ആപേക്ഷികമായാണ് കണക്കാക്കുന്നത്. അവലംബകമാക്കുന്ന പ്രതലത്തിലെ സ്ഥിതികോർജ്ജം 0 പരിഗണിച്ചുകൊണ്ടാണ് ഓരോ സ്ഥാനത്തെയും സ്ഥിതികോർജ്ജം കണക്കാക്കുന്നത്. അതായത് സാധാരണയായിട്ട് തറനിരപ്പിൽ സ്ഥിതികോർജ്ജം 0 എടുക്കുന്നത്. എന്നിട്ട് മേലോട്ട് എന്തായി, സ്ഥിതികോർജ്ജം കൂടി വരുന്നതൊക്കെ എടുത്തു. ഇനി അവലംബക വസ്തു ഞാൻ ഒരു ബെഞ്ചാണ് എടുക്കുന്നെങ്കിലോ, ഈ ബെഞ്ചിന്റെ മേലെയുള്ള സ്ഥിതികോർജ്ജം 0 എടുത്തിട്ട് അവിടുന്ന് മീറ്ററിലോട്ട് സ്ഥിതികോർജ്ജം കൂടുന്നതായിട്ട് കണക്കാക്കണം അല്ലെ. അതിന് മേലോട്ട് ഇതിനെ താരതമ്യം ചെയ്തിട്ടുള്ള സ്ഥിതികോർജ്ജമായിട്ട് കണക്കാക്കും. നിങ്ങൾ ഇപ്പോ തൽക്കാലം ഇത് പഠിക്ക്. സ്ഥിതികോർജ്ജം എന്താണ്, ആപേക്ഷികമായാണ് കണക്കാക്കുന്നത്. അവലംബമാക്കുന്ന പ്രതലത്തിലെ സ്ഥിതികോർജ്ജം 0 പരിഗണിച്ചുകൊണ്ടാണ് ഓരോ സ്ഥാനത്തെയും സ്ഥിതികോർജ്ജം കണക്കാക്കുന്നത് അല്ലെ. നാം ഉയരം അളക്കുമ്പോൾ തറനിരപ്പാണ് അവലംബകമായിട്ട് എടുക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ എന്താണ്, തറനിരപ്പാണ് അവലംബകമായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തറനിരപ്പിലെ സ്ഥിതികോർജ്ജമാണ് നമ്മൾ സാധാരണ 0 പരിഗണിക്കുന്നത് അല്ലെ. വേണമെങ്കിൽ എന്തും ചെയ്യാറുണ്ട്, ഒരു ബെഞ്ച് ഉണ്ടെങ്കിൽ ആ ബെഞ്ചിനെയാണ് അവലംബകമായിട്ട് എടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ 0 എടുത്തിട്ട് അവിടുന്ന് മേലോട്ടുള്ള സ്ഥിതികോർജ്ജം കണക്കാക്കാം. പക്ഷെ സാധാരണയായിട്ട് നമ്മൾ ഇത് പഠിച്ചാൽ എന്താണ്, സാധാരണയായിട്ട് തറനിരപ്പിലെ സ്ഥിതികോർജ്ജമാണ് 0 എടുക്കുന്നത്. ഓക്കെ, വസ്തു 8 മീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും. വസ്തുവിന്റെ മാസ് m 50 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം g 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് അറിയാം. പിന്നെയോ വസ്തുവിന് ഗുരുത്വാകർഷണ ബലത്തിനെതിരായ ദിശയിലുണ്ടായ സ്ഥാനമാറ്റം അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്താണ്, h അല്ലേ, ഉയരമല്ലേ, 8 മീറ്റർ. സ്ഥിതികോർജ്ജം കാണേണ്ടത് mgh ആണ്. m 50 ഗുണിക്കണം 9.8 ഗുണിക്കണം h എത്രയാണ്, 8. ഇതെങ്ങനെ ഗുണിക്കാം? ആദ്യം നമുക്ക് ഇത്ര ചെയ്യാം. 50 ഗുണിക്കണം 9.8 എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ടോ.
50 ഗുണിക്കണം 9.8. സാധാരണ നിങ്ങൾ 50 ഗുണിക്കണം 98 ചെയ്യുന്നതൊക്കെ ചെയ്താൽ മതി. എന്നിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. ഞാൻ പറയാം. 8 ഗുണിക്കണം 0 0, 8 ഗുണിക്കണം 5 എത്ര 40, 9 ഗുണിക്കണം 0 0, 9 ഗുണിക്കണം 5 45, 0 0 5 4 9, പിന്നെ ഇവിടെ 4 അല്ലെ. ഇവിടെ കണ്ടോ ഒരു സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ് ഇല്ലേ, അതുകൊണ്ട് ഇവിടെ ഒരു സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു. അപ്പൊ എത്രയാണ് 490 ആണ് ഉത്തരം. നമ്മൾ ഈ ഒരു പോർഷൻ മാത്രമാണ് ചെയ്തത്. ഇനി ഗുണിക്കണം 8 കൂടി ബാക്കിയുണ്ട് അല്ലെ. അപ്പൊ എത്രയാണ് ഈ 490 8 കൊണ്ട് ഗുണിക്കണം. ഇത് ഗുണിച്ച് എഴുതിക്കോ. 8 0 0 അല്ലെ, 9 8 72, ശേഷം 7 ഉണ്ട്, 8 4 32, 7 39 അല്ലെ. അപ്പൊ അത്രയും 3920 ജൂളാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഇനി പറയാനുള്ളത് ഗതികോർജം. നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങളാണ് യാന്ത്രികോർജ തുടക്കത്തിൽ പറഞ്ഞത് അല്ലെ. എന്താണ്? ചലനം മൂലമോ, സ്ഥാനം മൂലമോ, കോൺഫിഗറേഷൻ മൂലമോ. അപ്പൊ ഈ ഗതികോർജം എന്ന് പറഞ്ഞാൽ ചലനം മൂലമുള്ള ഊർജ്ജമാണ്. ചുഴലിക്കാറ്റിൽ വൻമരങ്ങൾ വീഴുന്നതിന്റെയും കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ പറന്നു പോകുന്നതിന്റെയും ഉരുൾപൊട്ടലിൽ കെട്ടിടങ്ങൾ തകരുന്നതിന്റെയും മറ്റും ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ലേ അല്ലെ. അവിടെ ഒരു ഊർജ്ജം പ്രയോഗിക്കപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? കാറ്റിനും വെള്ളത്തിനും പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നത് അവയുടെ ചലനം കാരണമല്ലേ അല്ലെ. അതായത് അവയ്ക്കൊരു ഊർജ്ജമുണ്ട്, ആ ഊർജ്ജം ഉപയോഗിച്ചാണ് ഇവ പ്രവൃത്തി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവയുടെ ചലനം മൂലമല്ലേ അവർക്ക് ആ ഊർജ്ജം കിട്ടുന്നത്. അതാ പറഞ്ഞിട്ടുള്ളത് ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഓക്കെ, ഗതികോർജ്ജം. ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ചിത്രം നോക്കിക്കോളൂ. ചിത്രത്തിൽ കാണുന്ന പോലെ ചെരിഞ്ഞ പ്രതലത്തിലൂടെ സിലിണ്ടർ ആകൃതിയിലുള്ള ടിന്ന് ഒരു ചതുരക്കട്ടയിൽ വന്നിടിക്കാവുന്ന രീതിയിൽ ഉരുട്ടിവിടുക. ചതുരക്കട്ട സഞ്ചരിച്ച ദൂരം നിരീക്ഷിക്കുക. ഓക്കെ, ഇതേ ടിന്നിൽ മണ്ണ് നിറച്ച ശേഷം ചതുരക്കട്ടയെ ആദ്യ സ്ഥാനത്ത് തന്നെ വെച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുക. അപ്പൊ ചതുരക്കട്ട കൂടുതൽ ദൂരം നീങ്ങിപ്പോകും. ഓക്കെ, കാരണം എന്താണ്? ഇവിടെ ഗതികോർജ്ജം കൂടി. അപ്പൊ ഇവിടെ എന്താണ്? ടിന്നിന്റെ മാസ് കൂടി. ഓക്കെ, ഇവിടെ കണ്ടോ ഈ ഉയരത്തിൽ ഈ ടിന്ന് ഇവിടെ ഉരുട്ടിയിട്ട് ചതുരക്കട്ടക്ക് മുട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചതുരക്കട്ട ഒരല്പം മുന്നോട്ട് പോയി. ഇതിൽ നിറച്ചും കുറച്ചുകൂടി ഭാരം ഉണ്ടെങ്കിലോ, അല്ലെ കുറച്ചുകൂടി മാസ് ഉണ്ടെങ്കിലോ, ഇതിനകത്ത് കുറെ പൂഴിയൊക്കെ നിറച്ചിട്ടുണ്ടെങ്കിലോ കുറച്ചും കൂടെ ശക്തിയിൽ വന്നിടിക്കും അല്ലെ. അപ്പൊ എന്താ ഇത് കുറച്ചും കൂടെ മുന്നോട്ട് പോകും. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചതുരക്കട്ട കൂടുതൽ ദൂരം നീങ്ങിപ്പോകും. ഇവിടെ ടിന്നിന്റെ മാസ് കൂടിയത് കൊണ്ടാണ് ചതുരക്കട്ട കൂടുതൽ ദൂരം നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ മാസ് കൂടുമ്പോൾ ഗതികോർജ്ജം കൂടുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന മറ്റെന്തെങ്കിലും ഘടകം ഉണ്ടോ എന്നാണ്. ടിന്നിന്റെ പ്രവേഗം വർദ്ധിപ്പിച്ച് പരീക്ഷണം ആവർത്തിച്ച് നോക്കുക. പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വേഗം തന്നെയാണ് അല്ലെ, സ്പീഡ്. പ്രവേഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് പഠിച്ചിട്ടില്ല, വേഗവും പ്രവേഗവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ. വേഗം എന്ന് പറഞ്ഞാൽ പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ഹരിക്കുന്ന സമയമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ, തൽക്കാലം നമ്മൾ വേഗം എന്ന് മനസ്സിലാക്കിക്കോ. എന്താണ് അതിന്റെ സ്പീഡ്? ഓക്കെ, തൽക്കാലം അങ്ങനെ വിചാരിച്ചു. ഇംഗ്ലീഷിൽ പ്രവേഗത്തിന് ഇംഗ്ലീഷ് വെലോസിറ്റി എന്നാണ്. തൽക്കാലം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ സ്പീഡ് എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ സ്പീഡിൽ വന്നിടിച്ചാൽ ഈ ചതുരക്കട്ട കൂടുതൽ മുന്നോട്ട് പോകില്ലേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രവേഗം എന്ന് പറഞ്ഞാൽ അതും ഇതിനെ സ്വാധീനിക്കുന്നു, ഗതികോർജ്ജത്തെ. കണ്ടോ, മണ്ണ് നിറച്ച ഇതേ ടിൻ കൂടുതൽ ഉയരത്തിൽ നിന്ന് ഉരുട്ടി വിട്ടാൽ അത് താഴേക്ക് എത്തുമ്പോൾ എന്തായി? നന്നായിട്ട് അതിന്റെ വേഗം കൂടും, പ്രവേഗം കൂടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രവേഗം കൂടിയത് കൊണ്ടാണല്ലോ ചതുരക്കട്ട കൂടുതൽ ദൂരേക്ക് നീങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവേഗം കൂടിയാണ്. അതാണ് ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ എന്തൊക്കെയാണ്? വസ്തുവിന്റെ മാസും പ്രവേഗവും. ഈ ഗതികോർജ്ജം എങ്ങനെ കണക്കാക്കാം? നമ്മൾ സ്ഥിതികോർജ്ജം കണക്കാക്കാനുള്ള എക്സ്പ്രഷൻ പഠിച്ചു, mgh അല്ലെ. ഗതികോർജ്ജം കണക്കാക്കാനെങ്കിലോ പ്രവൃത്തി W=F, ബലം ഗുണിക്കണം സ്ഥാനാന്തരം S ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടന്റെ 2ാം ചലന നിയമം അനുസരിച്ച് നമുക്കറിയാം F സമം ma ആണ്. m എന്ന് പറഞ്ഞാൽ മാസും a എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ ത്വരണവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ W=Fs എന്നതിൽ F ന് പകരം നമുക്ക് എന്ത് എഴുതാം? ma എന്ന് എഴുതാം, ഗുണിക്കണം S. ഇനി എന്താണ്? ചലന സമവാക്യം അനുസരിച്ച് നമുക്കറിയാം v² u² + 2as ആണ്. അപ്പൊ തുടക്കത്തിൽ ഈ ടിന്നിന് പ്രവേഗം ഇല്ലെങ്കിൽ, അതായത് ആദ്യ പ്രവേഗം 0 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? u സമം 0 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ u² എന്നത് എന്തായി? 0 ആയി. 0² 0 തന്നെയാണല്ലോ. നമുക്ക് എന്ത് എഴുതാം? v² = 2as. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, v² = 2as. ഇനി ഈ as നെ മാത്രം ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ 2നെ അടിയിലോട്ട് കൊണ്ടുപോയാലോ? നമുക്ക് എന്ത് എഴുതാം? as സമം v² ഹരിക്കണം 2 എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, as സമം v² ഹരിക്കണം 2. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടില്ലേ, പ്രവൃത്തി mas എന്ന്. ഇതിൽ ഈ as ന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇപ്പൊ കിട്ടിയ v²/2 എഴുതാം. ഓക്കെ, അപ്പൊ w സമം mas, as ന് പകരം നമുക്ക് എഴുതാം v²/2 എന്ന്. അപ്പൊ m v²/2. ഇതിനെ നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? 1/2 mv² എന്ന് എഴുതാം അല്ലെ, ½ mv². അപ്പൊ ഗതികോർജ്ജം എന്നത് ഈ k എന്ന ഒരു ലെറ്റർ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ
സൂചിപ്പിക്കുന്നത് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, എം എന്നത് കിലോഗ്രാം യൂണിറ്റുള്ള മാസും വി എന്നത് മീറ്റർ പെർ സെക്കൻഡിലുള്ള പ്രവേഗവുമാണെങ്കിൽ ഇ കെ സൂചിപ്പിക്കുന്നത് ജൂൾ യൂണിറ്റിലുള്ള ഗതികോർജ്ജമാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാം. യാന്ത്രികോർജ്ജം രണ്ടു തരത്തിലുണ്ട് കുറച്ചു, സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും അല്ലെ. ഗതികോർജ്ജം എന്നാൽ അത് എന്താ ചലനം മൂലമുള്ള ഊർജ്ജമാണ്. ഹാഫ് എം വി സ്ക്വയർ ആണ് അതിന്റെ എക്സ്പ്രഷൻ. സ്ഥിതികോർജ്ജം വീണ്ടും രണ്ടു തരത്തിലുണ്ട്, സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം പിന്നെ കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം. ഓക്കെ, അതിൽ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജത്തിന്റെ ഇക്വേഷൻ എന്താണ്? എം ജി എച്ച്. ഓക്കെ, അതിൽ പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. വസ്തുക്കളുടെ ഗതികോർജ്ജവുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ ഞാനിത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, വസ്തുവിന്റെ മാസ് തന്നിട്ടുണ്ട് ഫസ്റ്റ് കോളത്തിൽ, പ്രവേഗം തന്നിട്ടുണ്ട്, പിന്നെ ഗതികോർജ്ജത്തിന്റെ അളവ് ഇ കെ ആണ് കാണാൻ പറഞ്ഞില്ല. യൂണിറ്റ് എന്താണ്? ജൂൾ. ഇവിടെ ആദ്യത്തെ കണ്ടോ, മാസ് ഹാഫ് എം വി സ്ക്വയർ അല്ലേ നമ്മുടെ എക്സ്പ്രഷൻ. അപ്പൊ ഹാഫ് നമ്മൾ ഇവിടെ എഴുതി ഉണ്ടോ, കളർ ഒന്ന് മാറ്റിട്ട്. ഓക്കെ, ഇവിടെ കണ്ടോ ഈ ഹാഫ് നമ്മൾ ഇവിടെ എഴുതി ഉണ്ടോ, ഹാഫ്. എം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ എന്താണ്? 10. അപ്പൊ ഹാഫ് ഗുണിക്കണം 10 ഗുണിക്കണം വി സ്ക്വയർ ആണ് എടുക്കേണ്ടത്. വി എത്രയാണ്? 2 ആണ്. വി ഇവിടെ 2 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ 4. അപ്പൊ ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ 10 ഗുണിക്കണം 4 പറഞ്ഞാൽ 40 ആണ്. ബൈ 2 ഉണ്ട് അല്ലെ മുമ്പിൽ. അപ്പൊ അത്രയും അതിന്റെ പകുതി 20. പിന്നെ ഇവിടെ രണ്ടാമത്തെ അതേപോലെ ഹാഫ് ഗുണിക്കണം മാസ് എം ഇവിടെ 5 ആണ്. വി പറഞ്ഞാൽ 2 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ 4. അപ്പൊ 5 ഗുണിക്കണം 4 പറഞ്ഞാൽ 20 ആണ്. അതിന്റെ പകുതി 10. ഓക്കെ, ഇവിടെയോ മൂന്നാമതോ ഹാഫ് ഗുണിക്കണം മാസ് എത്രയാണ്? 10 ആണ്. ഗുണിക്കണം ഇവിടെ വി എത്രയാണ്? 4 ആണ്. അപ്പൊ 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ് അല്ലെ. 4 16 അല്ലേ. 4 ഗുണിക്കണം 4 16. അങ്ങനെയാണെങ്കിൽ 10 ഗുണിക്കണം 16 160 ആണ്. അതിന്റെ പകുതി അപ്പൊ എത്രയാണ്? 80. അതേപോലെ ലാസ്റ്റത്തോ ഹാഫ് ഗുണിക്കണം അര ഗുണിക്കണം എം പറഞ്ഞാൽ 10 ആണ്. ഗുണിക്കണം 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയല്ലേ, 1. അപ്പൊ 10ന്റെ പകുതി പറഞ്ഞാൽ 5. അങ്ങനെയാണ് ഇവിടെ ഉത്തരം കിട്ടുന്നത്. ജൂൾ, യൂണിറ്റ് ജൂൾ. ഇവിടെ കണ്ടോളൂ, താഴെ കൊടുത്ത സന്ദർഭങ്ങളിൽ ഗതികോർജ്ജത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് എഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഗതികോർജ്ജത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മാസ് 2 മടങ്ങായി വർദ്ധിക്കുമ്പോൾ, പിന്നെ പ്രവേഗം 3 മടങ്ങായി വർദ്ധിക്കുമ്പോൾ, പ്രവേഗം പകുതിയാകുമ്പോൾ. നമുക്ക് നോക്കാം. എവിടെ നിൽക്കോളൂ. നമുക്ക് പൊതുവെ അറിയുന്നത് എന്താണ്? ഇ കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നാണല്ലോ. ഓക്കെ, ഇതാണ് നമ്മൾ എക്സ്പ്രഷൻ. ഇത് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഇ കെ 1 ആദ്യത്തെ ഗതികോർജ്ജം തന്നെ നമ്മൾ ഇ കെ 1 എടുത്തു. ഹാഫ് ഇവിടെ മാസ് മാറുന്ന കേസാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞത്. മാസ് 2 മടങ്ങായി എന്നത്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ മാസിന് എം വി സ്ക്വയർ എന്നാൽ M1 വി സ്ക്വയറിന് കൊടുത്തു. ഓക്കെ, രണ്ടാമത് ഇ കെ 2 ഈക്വൽ ടു ഹാഫ് M2 വി സ്ക്വയർ അല്ലെ. മാസ് മാറി M2 വി സ്ക്വയറിന് കൊടുത്തു. ഈ M2 പറഞ്ഞാൽ ആദ്യത്തെ 2 മടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് M2 ന് നമുക്ക് 2 M1 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2നെ മുന്നിലോട്ടിട്ടാൽ നമുക്ക് എന്ത് എഴുതാം? 2 ഗുണിക്കണം ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഈ ഹാഫ് എം വി സ്ക്വയർ അത് ഹാഫ് M1 വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇ കെ 1 ആണ് അല്ലെ. ഈ ഹാഫ് M1 വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ഇ കെ 1 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ഇ കെ 1 ആണ്, 2 മടങ്ങാണ്. ഇനി അതേപോലെ രണ്ടാമത്തെ നോക്കാം. ഇ കെ 1 ഇവിടെ പ്രവേഗം മാറുന്ന കേസാണ് പറഞ്ഞിട്ട്, പ്രവേഗം 3 മടങ്ങാവുന്നത്. അപ്പൊ നമുക്ക് വി എന്നതിന് V1 V2 എന്ന രീതിയിൽ എടുക്കാം കേട്ടോ. പ്രവേഗം മാറുന്നുണ്ടല്ലോ. ഇ കെ 1 ഈക്വൽ ടു ഹാഫ് എം V1 സ്ക്വയർ. ഇ കെ 2 ഈക്വൽ ടു ഹാഫ് എം V2 സ്ക്വയർ. ഈ V2 എന്താണ്? 3V1 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഗുണിക്കണം എം ഗുണിക്കണം ഈ സ്ക്വയർ പറഞ്ഞാൽ ഈ 2 പറഞ്ഞാൽ ഇത് 2ന് ബാധകമാണ് അല്ലെ. 3 സ്ക്വയർ V1 സ്ക്വയർ എന്ന് എഴുതണം. അതുകൊണ്ട് ഇവിടെ 3 സ്ക്വയർ ഈ ബ്രാക്കറ്റ് കളഞ്ഞാൽ 3 സ്ക്വയർ V1 സ്ക്വയർ എന്ന് എഴുതണം. ഇനി 3 സ്ക്വയറിന് മുമ്പിലോട്ട് ഇട്ടാലോ 3 സ്ക്വയർ ഗുണിക്കണം ഹാഫ് എം V1 സ്ക്വയർ. ഈ ഹാഫ് എം V1 സ്ക്വയർ പറഞ്ഞാൽ എന്താണ്? അത് ഇ കെ 1 ആണെന്ന് നമുക്കറിയാലോ. നോക്കി കണ്ടോ, ഹാഫ് എം V1 സ്ക്വയർ എന്നാൽ ഇ കെ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 സ്ക്വയർ എന്നാൽ 9 ആണ്. അപ്പൊ 9 ഇ കെ 1. അപ്പൊ എന്തായി? പ്രവേഗം 3 മടങ്ങാകുമ്പോൾ ഗതികോർജ്ജം 9 മടങ്ങായി എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ഇക്വേഷനോ, ഇവിടെ ഈ പ്രവേഗം പകുതിയായി എന്നാ പറഞ്ഞത് രണ്ടാമത്തെ കേസിൽ. അപ്പോൾ ഇ കെ 1 ഈക്വൽ ഹാഫ് എം V1 സ്ക്വയർ, ഇ കെ 2 ഈക്വൽ ഹാഫ് എം V2 സ്ക്വയർ. V2 പകരം നമുക്ക് എന്തായി? V1 ന്റെ പകുതി എന്ന പോലെ V1/2 എഴുതാം സ്ക്വയർ. ഇനി ഈ സ്ക്വയറിനെ ഉള്ളോട്ട് എടുക്കുമ്പോഴോ, ഘാതം 2നെ ഉള്ളോട്ട് എടുക്കുമ്പോഴോ V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വേണ്ടേ 2 സ്ക്വയർ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ 2 സ്ക്വയർ ഉണ്ടോ, ഹരിക്കണം 2 സ്ക്വയർ ഉണ്ടോ, അതിന് മുന്നോട്ടിട്ടാൽ നമുക്ക് എന്താ എഴുതാം? ഉണ്ടോ, അതിന് മുന്നോട്ടിട്ടു 1/2 സ്ക്വയർ മുമ്പിലിട്ടു. ഇതിന് ബാക്കി എന്താണല്ലേ? ഹാഫ് എം V1 സ്ക്വയർ. ഈ ഹാഫ് എം V1 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണത്? ഇ കെ 1 ആണ് അല്ലെ. ഹാഫ് എം V1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ കെ 1 ആണ്. പിന്നെ 1/2 സ്ക്വയർ പറഞ്ഞാൽ 1/4 ആണ് അല്ലെ.
1/4. അപ്പൊ എന്താണ് ek1/4 അല്ലെ 1/4 ek1 അതായത് ek1 ആദ്യത്തെ ഗതികോർജത്തിന്റെ 1/4. അടുത്തെന്താണ് ഒരു മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ 10 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ നേർദിശയിൽ സഞ്ചരിക്കുന്നു. മോട്ടോർ സൈക്കിളുകാരനും യാത്രക്കാരനും കൂടിയുള്ള മാസ് 300 കിലോഗ്രാം ആണ്. മോട്ടോർ സൈക്കിളിന്റെയും യാത്രക്കാരന്റെയും കൂടിയുള്ള ഗതികോർജം എത്രയാണ്? ഹാഫ് mv² അല്ലേ. അപ്പൊ ഹാഫ് ഗുണിക്കണം m എത്രയാണ്? 300 തന്നിട്ടുണ്ട്. v², 10 അല്ലേ v, അങ്ങനെ അതിന്റെ സ്ക്വയർ എത്ര? 10 ഗുണിക്കണം 10 100 അല്ലേ. അപ്പൊ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 15,000 ജൂൾ എന്ന് കിട്ടും അല്ലെ. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 15,000 ജൂൾ എന്ന് കിട്ടും അല്ലെ. ഇങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ 300 അല്ലേ ഉള്ളു, അടിയിൽ ഹരിക്കണം 2 ഉണ്ട്. അപ്പൊ 300 എത്ര 2 ഉണ്ട്? 150 അല്ലെ. 150 150 വീണ്ടും 100 കൊണ്ട് ഗുണിക്കുന്നുണ്ട്. അപ്പൊ 2 0 എക്സ്ട്രാ വന്നു. 150 150 2 0. ഓക്കെ, അത്ര 15,000 ജൂൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേഗം 2 മടങ്ങായി വർദ്ധിപ്പിച്ചാലോ? വേഗം 2 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ എത്രയായി? 10 മീറ്റർ/സെക്കൻഡിന് പകരം നമുക്ക് എന്ത് കിട്ടും? വേഗം 20 കിട്ടും, 2 മടങ്ങാക്കിയില്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാഫ് ഗുണിക്കണം m 300 ഗുണിക്കണം v² എന്ന് പറഞ്ഞാൽ 20² എത്രയാണ്? 20 ഗുണിക്കണം 20 എത്രയാണ്? 400. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഗുണിച്ചെഴുതിയാൽ ഇത് ഇവിടെ എന്തായി? 150. ഓക്കെ, 150 ഗുണിക്കണം എന്താണ്? ഇവിടെ 400 ആണ് അല്ലെ. അപ്പൊ എന്തായി? 60,000 ജൂൾ കിട്ടും. ഓക്കെ, ആദ്യം ഉണ്ടായതിന്റെ 4 മടങ്ങായി അല്ലെ. 60,000 ജൂൾ കിട്ടും. ചോദ്യം, ഒരു അത്ലറ്റ് 6 കിലോഗ്രാം മാസുള്ള ഷോട്ട് 12 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ എറിയുന്നു. ഈ അവസരത്തെ ഷോട്ടിന്റെ ഗതികോർജം എങ്ങനെ? സിമ്പിൾ ആണ്, അതേപോലെ എഴുതാം. ഹാഫ് ഗുണിക്കണം m 6 ഗുണിക്കണം v², 12 സ്ക്വയർ, 12 ഗുണിക്കണം 12 144 ആണ് അല്ലെ. ഇത് ചെയ്താൽ നമുക്ക് കിട്ടും 432. ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഗുണിക്കുണ്ട്. ഗുണിച്ചിട്ട് ഇതാ ഗുണിക്കുക, 6 ഗുണിക്കാൻ 144 ചെയ്തിട്ട് എന്താണ്? ഹരിക്കണം 2 ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഈ 6 എത്ര 2 ഉണ്ട്? 3 അല്ലേ. 3 ഉണ്ട്. ഓക്കെ, 3 ഗുണിക്കാൻ 144 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. പിന്നെയോ 0.5 കിലോഗ്രാം മാസുള്ള ഒരു ബോൾ തറനിരപ്പിൽ നിന്ന് നിശ്ചിത ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ബോളിലെ സ്ഥിതികോർജം 98 ജൂൾ ആണെങ്കിൽ ബോൾ എത്ര ഉയരത്തിലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് നോക്കാം. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? ബോൾ സ്വതന്ത്രമായി താഴേക്ക് പതിക്കുമ്പോൾ തറയിൽ പതിക്കുന്നതിന് തൊട്ടു മുൻപ് അതിന്റെ ഗതികോർജം എത്രയായിരിക്കും? നമുക്ക് ഇതിന്റെ രണ്ടിനും ഉത്തരം നോക്കാം. ആദ്യം തന്നിട്ടുള്ളത് m = 0.5 കിലോഗ്രാം ആണ്. പിന്നെയോ അതിന്റെ ഗതികോർജം തന്നിട്ടുണ്ടല്ലേ. സ്ഥിതികോർജമാണോ? ഓക്കെ, ഇവിടെ സ്ഥിതികോർജമായിരുന്നു തന്നിട്ടില്ല. അപ്പൊ EP എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ ആദ്യം ഇവിടെ K എന്ന് കൊടുത്തു പോയി, അത് മാറ്റിയതാണ്. ഓക്കെ, അപ്പൊ m = 0.5 കിലോഗ്രാം. സ്ഥിതികോർജം EP = 98 ജൂൾ ആണ് തന്നിട്ടുണ്ട്. പിന്നെ G ഗുരുത്വാകർഷണ മൂലമുള്ള ത്വരണം എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? സ്ഥിതികോർജം EP = mgh ആണെന്ന് അല്ലെ. ഇവിടെ EP തന്നിട്ടുണ്ട്, m തന്നിട്ടുണ്ട്, G യും അറിയാം തന്നിട്ടുണ്ട്, h അല്ലേ അറിയേണ്ടത്. അതുകൊണ്ട് നമുക്ക് h മാത്രം ഇവിടെ വെച്ചിട്ട് mgയെ ഇപ്പുറത്തേക്ക് ഇടാം. അങ്ങനെയാണെങ്കിൽ EP ഹരിക്കണം mg എന്ന് വരും. EP/mg വരും. = h. ഇവിടെ ജസ്റ്റ് നമുക്ക് വലതുവശത്തുള്ള ഇടതുവശത്തുള്ള വലതുവശത്തും എഴുതിയതേ ഉള്ളൂ. ഇവിടെ കണ്ടോ. എന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. EP എന്നാൽ 98 ആണ് കൊടുത്തു. പിന്നെ ഇവിടെ mg m പറഞ്ഞാൽ 0.95 ആണ്, ഗുണിക്കണം G 9.8 ആണ്. ഇത് ചെയ്താൽ നമുക്കിവിടെ കണ്ടോ ഈ 9.8ന്റെ ഈ പോയിന്റിനെ കളയാൻ വേണ്ടി നമുക്ക് തൽക്കാലം ഇവിടെ 10 കൊണ്ട് അടിയിൽ ഗുണിക്കാം. കണ്ടോ, 10 കൊണ്ട് അടിയിൽ ഗുണിക്കാം. അങ്ങനെയാണെങ്കിൽ അടിയിൽ ഗുണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലും ഗുണിക്കണം. ഓക്കെ, ഇനി 9.8നെ 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 98 കിട്ടും അല്ലെ. ഇപ്പൊ കണ്ടോ, മുകളിൽ തൽക്കാലം നമ്മൾ അതേപോലെ എഴുതിയിട്ടുണ്ട്. അപ്പൊ മുകളിലും 98 താഴെയും 98. അപ്പൊ 98 നമുക്ക് കട്ടായി കളയാം. പിന്നെ എന്താണുള്ളത്? 10 ഹരിക്കണം 0.5 ആണ് ബാക്കിയുള്ളത് അല്ലെ. 10 ഹരിക്കണം 0.5 ആണ് ബാക്കിയുള്ളത്. ഈ പോയിന്റ് കളയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു 10 കൊണ്ട് ഗുണിച്ചു നോക്കാം. അപ്പൊ എന്താ ഈ പോയിന്റ് ഒരു സംഖ്യ ഇപ്പുറത്തേക്ക് പോയി അല്ലെ. അപ്പൊ എന്തായി? ഇവിടെ 5 മാത്രമായി അല്ലെ. മുകളിലും 10 കൊണ്ട് ഗുണിക്കണമല്ലോ. 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ 100. 100 ഹരിക്കണം 5 ചെയ്താൽ എത്ര കിട്ടും? 100 ഹരിക്കണം 5 ചെയ്താൽ എത്ര കിട്ടും? 20 അല്ലെ. 100ൽ 25 ഉണ്ട്. അപ്പൊ 20 മീറ്റർ ആണ് അതിന് ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. 20 മീറ്റർ ആണ് ഉത്തരം എന്ന് കിട്ടി. ഇനി ബോൾ സ്വതന്ത്രമായി താഴേക്ക് പതിക്കുകയാണെങ്കിൽ തറയിൽ പതിക്കുന്നതിന് തൊട്ട് മുൻപ് അതിന്റെ ഗതികോർജം എത്രയായിരിക്കും എന്നാ ചോദ്യം. ഗതികോർജത്തിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഹാഫ് mv² അല്ലേ. m നമുക്ക് 0.5 ആണെന്ന് അറിയാം. പക്ഷെ തറയിൽ പതിക്കുന്നതിന് തൊട്ട് മുൻപുള്ള v നമുക്കറിയില്ലല്ലോ, പ്രവേഗം അറിയില്ലല്ലോ. നമുക്ക് എന്താ അറിയാം? ഈ ചലന സമവാക്യം നമുക്കറിയാം അല്ലെ. v² = u² + 2as എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ u എന്താണ്? തുടക്കത്തിൽ അല്ലെ. അവിടെ എന്താണ്? 0.
ആദ്യ പ്രവേഗം 0 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ പ്ലസ് 2 എക്ക് പകരം ത്വരണത്തിന് പകരം നമുക്ക് ഇവിടെ എന്താ എഴുതാം, ജി എന്ന് എഴുതാം അല്ലെ. ഗുരുത്വാകർഷണ മൂലമുള്ള ത്വരണമാണല്ലോ ഇവിടെ. എസ് സ്ഥാനാന്തരം, ഇവിടെ എന്താണ്, ഉയരമാണ് അല്ലെ. ഉയരം, സ്ഥാനാന്തരം ഉയരമാണല്ലോ. താഴോട്ട് വരുമ്പോൾ അതിന്റെ ഉയരം അല്ലെങ്കിൽ എത്ര താഴോട്ട് വരുന്നു എന്ന് തന്നെയാണല്ലോ അവിടെ സ്ഥാനാന്തരം. അങ്ങനെയാണെങ്കിൽ 2GH, ജി 9.8 ഗുണിക്കണം 20, 2 ഗുണിക്കണം 9.8 ഗുണിക്കണം 20. നമുക്ക് ആദ്യം 9.8 ഗുണിക്കണം 20 ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് 9.8 ഗുണിക്കണം 20. നിങ്ങൾ സാധാരണ 98 ഗുണിക്കണം 20 ചെയ്യുന്നത് പോലെ ചെയ്തു വരിക. എന്നിട്ട് അവസാനം നമുക്ക് എന്ത് എഴുതാം, ഇവിടെ ഒരു സംഖ്യ ഒരു പോയിന്റ് ഇല്ലേ, അതുകൊണ്ട് ഇവിടെ ഒരു സംഖ്യ ഒരു പോയിന്റ് കൊടുക്കാം അല്ലെ. 196. അപ്പൊ ഇതെന്തായി, ഇത് 196 എന്ന് വന്നു, ഇത് 196 ഗുണിക്കണം 2 കൂടി ഉണ്ടല്ലോ. അപ്പൊ അത്രയും ഉത്തരം കിട്ടി, 392 ഉത്തരം കിട്ടുന്നത്. വി സ്ക്വയർ പറഞ്ഞാൽ 392. അപ്പൊ ഹാഫ് എം വി സ്ക്വയർ അല്ലേ എക്സ്പ്രഷൻ. അപ്പൊ വി സ്ക്വയർ എന്താണ് നമുക്ക് കിട്ടിയല്ലോ, നമുക്ക് അതിലേക്ക് കൊടുക്കാം. ഇ കെ ഗതികോർജ ഇ കെ ഇക്വൽ ഹാഫ് ഗുണിക്കണം m.5 ഗുണിക്കണം വി സ്ക്വയർ 392. ഇത് ചെയ്താൽ നമുക്ക് ആദ്യം ഈ ഹരിക്കണം 2 വന്നാൽ നമുക്ക് ഇവിടെ 392 ഹരിക്കണം 2 ഇതിനടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 0.5 ഗുണിക്കണം 392 ഈ ഹരിക്കണം 2 അല്ലെ. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതുപോലെ ചെയ്യുക കേട്ടോ. ഓക്കെ, ഞാനിവിടെ കുറച്ച് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. 392 ഹരിക്കണം 2 എത്രയാണ്, 196. ഇനി 196 ഗുണിക്കണം 0.5. അപ്പൊ എന്താണ് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 196 ഗുണിക്കണം 5 ചെയ്യുന്ന കണക്ക് ചെയ്യാം. ഒരു സംഖ്യ ഒരു പോയിന്റ് ഇടാം. അപ്പൊ 98.0, അതായത് 98 ജൂൾ. ഇവിടെ കണ്ടോ, ഇതേ 98 ജൂൾ തന്നെയല്ലേ നമുക്ക് ആദ്യം അതിന്റെ സ്ഥിതികോർജമായിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗതികോർജം 98 ആണെന്ന് കിട്ടി. അതായത് ഇവിടെ ആ സ്ഥിതികോർജമാണ് താഴേക്ക് എത്തുമ്പോൾ അതിന്റെ ഗതികോർജമായിട്ട് പൂർണ്ണമായിട്ട് മാറിയത്. എല്ലാ ഊർജ്ജ രൂപങ്ങളെയും ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നാണ് അടുത്ത ചോദ്യം. നമുക്ക് ഊർജ്ജ പരിവർത്തനം എന്ന ഒരു ടോപ്പിക് പഠിക്കാം. അപ്പൊ ഊർജത്തിന്റെ പരിവർത്തനം അല്ലെങ്കിൽ മാറ്റുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. വൈദ്യുതി ഊർജ്ജം ഉപയോഗിച്ചല്ലേ ബൾബുകൾ പ്രകാശിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാക്കി മാറ്റുന്നുണ്ട്. മോട്ടോർ പമ്പ് ഉപയോഗിച്ച് ജലം പമ്പ് ചെയ്യാറില്ലേ. അപ്പൊ ഈ മോട്ടോർ പമ്പ് ഈ വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് എന്താ യാന്ത്രികോർജ്ജാക്കുന്നുണ്ട്, ജലം പമ്പ് ചെയ്യുന്നത് യാന്ത്രികോർജ്ജാക്കുന്നുണ്ട്. നിത്യജീവിതത്തിൽ ഊർജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റേണ്ടി വരാറുണ്ട്. ഇത് എളുപ്പമാക്കാൻ നാം പലതരത്തിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഏതാനും യന്ത്രങ്ങളും അവയിലെ ഊർജ്ജമാറ്റവും എഴുതി നോക്കൂ. വൈദ്യുത മോട്ടോർ വൈദ്യുത ഊർജ്ജത്തെ എന്താണ് യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നുണ്ട്. പിന്നെയോ പെട്രോൾ കാറുകൾ അതിലുള്ള രാസോർജ്ജം അല്ലെ, പെട്രോളൊക്കെയുള്ള രാസോർജ്ജത്തെയാണ് ഗതികോർജ്ജമാക്കി മാറ്റുന്നത്. ഗതികോർജ്ജം ആ ചലനം മൂലമുള്ള ഒരു ഊർജ്ജം അല്ലെ, യാന്ത്രികോർജ്ജം തന്നെയാണ് ഗതികോർജ്ജമായിട്ട് മാറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണം എഴുതാൻ, നിങ്ങൾക്ക് ആലോചിച്ചിട്ട് എന്ത് വേണം ചെയ്യാം. ഉദാഹരണത്തിന് വൈദ്യുത കാറുകൾ അതിലെ വൈദ്യുതോർജ്ജത്തെയാണ് ഇവിടെ ഗതികോർജ്ജമാക്കി മാറ്റുന്നത് എന്നൊക്കെ എഴുതാം. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് ധാരാളം കളിപ്പാട്ടങ്ങൾ പരിചിതമാണല്ലോ. ഇവ ഓരോന്നിലും ഊർജ്ജ പരിവർത്തനം എങ്ങനെയാണെന്ന് പ്രയോജനപ്പെടുത്തുന്നത് നോക്കാം. ബലൂൺ ടോയ് കാർ, ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ബലൂൺ ടോയ് കാർ നിർമ്മിക്കാൻ പറയുന്നുണ്ട്. ഇതിൽ ടോയ് കാറിനെ ചലിപ്പിക്കാൻ ആവശ്യമായ ഊർജ്ജം അല്ലെങ്കിൽ ബലം എങ്ങനെയാണ് ലഭിക്കുന്നത്. അതായത് ഇവിടെ ബലൂണിൽ നിന്ന് വായു ശക്തിയായിട്ട് പുറന്തള്ളുന്നു അല്ലെ, പുറത്തേക്ക് തള്ളുന്നു, പ്രവഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടന്റെ ചലന നിയമം അനുസരിച്ച് എന്താണ്, ഈ കാറിന് മുന്നോട്ട് ചലിക്കാൻ ആവശ്യമായ ബലം ലഭിക്കുന്നു അല്ലെ. തോണി പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നു എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ മുമ്പ് ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, ന്യൂട്ടന്റെ 3-ാം ചലന നിയമം. അതേപോലെ ഇവിടെ എന്താണ്, ഈ ശക്തിയായിട്ട് വായു ബലൂണിൽ നിന്ന് പിറകോട്ട് പ്രവഹിക്കുന്നതാണ് ബലൂണിന് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം അല്ലെങ്കിൽ ബലം നൽകുന്നത്. ബലൂൺ ഊതിവീർപ്പിക്കുമ്പോൾ ബലൂണിന്റെ റബ്ബറിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്. ഈ ബലൂണിന്റെ റബ്ബർ എന്താണ്, വലിയുന്നു അല്ലെ. ബലൂണിന്റെ റബ്ബർ വലിയുന്നു. നമുക്ക് അതിന്റെ കോൺഫിഗറേഷൻ മാറുന്നു എന്ന് പറയാം അല്ലെ. എന്താണ്, ഒരു അമ്പിന്റെയും വില്ലിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഞാൻ വലിച്ചു പിടിക്കുമ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ മാറുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതേപോലെ ഇവിടെ എന്താണ്, ബലൂണിന്റെ കോൺഫിഗറേഷൻ മാറുന്നു എന്ന് പറയാം. ബലൂണിന്റെ റബ്ബറിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്, അത് വലിയുന്നു, അതിന്റെ കോൺഫിഗറേഷൻ മാറുന്നു. വീർപ്പിച്ച ബലൂണിൽ പ്രധാനമായും ഏത് ഊർജ്ജമാണുള്ളത്, അതിൽ സ്ഥിതികോർജ്ജമാണ് അടങ്ങിയിട്ടുള്ളത് അല്ലെ. സ്ഥിതികോർജ്ജമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടില്ല അമ്പിലൊക്കെ സ്ഥിതികോർജ്ജമാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്പിലും വില്ലില്. ഓക്കെ, വില്ലിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടല്ലോ, വില്ലിന്റെ കാര്യത്തിൽ വില്ലില് അതിന്റെ സവിശേഷമായ വിന്യാസം കാരണം സ്ഥിതികോർജ്ജം ലഭിക്കുന്നു അല്ലെ, അമ്പിലും വില്ലിലും. ഓക്കെ, അപ്പൊ അമ്പും വില്ലും കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ബലൂണിൽ സ്ഥിതികോർജ്ജമാണുള്ളത്. കാറ് ചലിക്കുമ്പോൾ ഊർജ്ജത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായിട്ട് മാറുന്നു അല്ലെ. അത് ചലിക്കാൻ തുടങ്ങിയില്ല, അപ്പൊ ഗതികോർജ്ജമായിട്ട് മാറുന്നു. ടോയ് കാറിലെ സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായിട്ട് മാറുന്നു. നിങ്ങൾ നിർമ്മിച്ച ടോയ് കാർ മികച്ചതാകാൻ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം, എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അതിന്റെ ഈ സ്ട്രോ എന്ന് പറയുന്നത് നേരെ പിറകിലോട്ട് തന്നെ സെറ്റ് ചെയ്യണം അല്ലെ, കൃത്യമായിട്ട് പിറകിലേക്ക് തന്നെ ഉണ്ടെന്ന് സെറ്റ് ചെയ്യണം. അതായത് ചെരിഞ്ഞിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല, കൃത്യമായിട്ട് പിറകിലോട്ട് ഉണ്ടാവണം. പിന്നെയോ
നന്നായിട്ട് വീർപ്പിക്കാൻ കഴിയുന്ന ബലൂൺ ആകണം. ബലൂൺ നന്നായിട്ട് വീർപ്പിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് തൽക്കാലം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.